റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ തുടരാൻ മുസ്ലിം ലീഗ്. 3 തവണ അംഗങ്ങളായവർക്ക് സീറ്റ് നൽകില്ല. നിർദ്ദേശങ്ങളുമായി സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട്. വ്യവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ വേണോ എന്നതിൽ തീരുമാനം പിന്നീട് എടുക്കുമെന്നും നേതൃത്വം അറിയിച്ചു. അഷ്കറിലേക്ക് അരുമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കറിലേക്ക് അരുമ്പ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വേണോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കർശനമാക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തു എന്നൊരു വിലയിരുത്തലാണോ മുസ്ലിം ലീഗ്? അരുൺ, വലിയ തോതിൽ തന്നെ കഴിഞ്ഞ തവണ അത് ഗുണം ചെയ്തു എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് വലിയ തോതിൽ യുവാക്കൾക്ക് അവസരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകൾക്കടക്കം വലിയ തോതിൽ അവസരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനും അതുവഴി മാത്രമല്ല ചില ആളുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കുത്തകയാക്കി വെച്ചിരുന്ന സീറ്റുകളുണ്ടായിരുന്നു. 5ഉം 6ഉം തവണ അടക്കം മത്സരിച്ചിട്ട് മാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ മാറി പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പാർട്ടിക്ക് വലിയ തോതിൽ അടിത്തറ ഒരുക്കാൻ കഴിഞ്ഞ തവണ എടുത്ത തീരുമാനം ഗുണം ചെയ്തു എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല വിജയ ശതമാനത്തിനും അത് വലിയ തോതിൽ ഗുണം ചെയ്തു. പലയിടങ്ങളിലും 80% വരെ പുതുമുഖങ്ങൾ പല പഞ്ചായത്തുകളിലും മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് കർശനമായി തുടരാനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന യോഗങ്ങളിലൊക്കെ തന്നെ ഈ വിഷയം ചർച്ച വരികയും ചിലയിടങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഓരോ ജില്ലാ ഘടകങ്ങൾക്കും ഇത്തരത്തിൽ സർക്കുലർ നൽകിയിരിക്കുന്നത്. കർശനമായി 3 ടേം വ്യവസ്ഥ പാലിക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 ടേം വ്യവസ്ഥ പാലിക്കുമെന്നുള്ളത് നോക്കുമ്പോൾ ആ കാര്യത്തിൽ ഇപ്പോഴും നേതൃത്വം വ്യക്തമായ മറുപടിയില്ല. കഴിഞ്ഞ തവണ ഭാഗികമായി ചില MLA-മാരൊക്കെ മാറ്റി നിർത്തിയെങ്കിൽ പോലും മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ ഒഴിവ് നൽകിയിരുന്നു. ഇത്തവണയും ആ ഒഴിവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല MLA-മാരും നേതൃത്വത്തെ സമീപിക്കുന്ന സാഹചര്യം നിലവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥയിൽ ഒരു ഇളവും വേണ്ടതില്ല എന്നുള്ള സർക്കുലർ തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം